തീരാൻ പോവുകയാണ്. എത്രയോ മികച്ച സിനിമകൾ വന്നു. പല സിനിമകളും കൂപ്പുകുത്തി മലയാളത്തിൻ്റെ ഇതിൽ നോക്കുമ്പോൾ ഇഷ്ടം പോലെ നൂറുകണക്കിന് സിനിമ വന്നെങ്കിലും വിജയിച്ചത് വളരെ ചുരുങ്ങിയ സിനിമകൾ മാത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ വിജയപരാജയങ്ങൾക്ക് അപ്പുറത്തേക്കായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ, ഈ OTTക്ക് ശേഷമാണ് കുറെ കാര്യങ്ങളൊക്കെ മാറിപ്പോയത്. കാരണം എല്ലാവരും ചില സിനിമകളെ വേർതിരിച്ച് കാണാൻ തുടങ്ങി. ഇത് OTTയിൽ കാണാൻ പറ്റുന്ന പടമാണ് അല്ലെങ്കിൽ മറ്റേതാണെന്നുള്ളത്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, എല്ലാവർക്കും ഈ വർഷം സിനിമയെ ഇഷ്ടപ്പെടുന്നവർ അത്യാവശ്യം നല്ല സിനിമകളൊക്കെ കാണാൻ പറ്റി. അടുത്ത വർഷം നല്ല മികച്ച സിനിമകൾ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഈ വർഷം കണ്ട ടോപ്പ് 10 മലയാളം മൂവീസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് എൻ്റെ മാത്രം പേഴ്സണലാണ്. ഞാൻ അതിനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, ടോപ്പ് 10 ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം 10ാം സ്ഥാനം, എൻ്റെ 10th പൊസിഷൻ ഞാൻ കൊടുക്കുന്നത് തലവര എന്ന സിനിമയ്ക്കാണ്. അർജുൻ അശോകൻ നായകനായിട്ടുള്ള നല്ലൊരു ഇമോഷണൽ ഗുഡ് മൂവിയാണ്. ഇമോഷണലി വളരെ നല്ല രീതിയിൽ കണക്റ്റ് ആവുകയും പെർഫോമൻസ് കൊണ്ട് നമ്മളെ ഗംഭീരമായ പെർഫോമൻസ് കൊണ്ട് കണക്ട് ചെയ്യിപ്പിക്കുകയും ചെയ്ത സിനിമ കൂടിയായിരുന്നു തലവര എന്ന് പറയുന്ന സിനിമ. ഈ ലിസ്റ്റിൽ ഞാൻ തിയേറ്ററിൽ നിന്നും കാണാത്ത ഒരേ ഒരു സിനിമ കൂടിയാണ് ഈ തലവര എന്നുള്ള സിനിമ. അപ്പോൾ മൈ 10th പൊസിഷൻ ഈസ് ഗോസ് ടു തലവര. ആൻഡ് 9th പൊസിഷൻ, നമ്മുടെ ആരും മറക്കാനിടയാത്ത ഒരു കിടിലൻ പെർഫോമൻസുമായിട്ട് നമ്മുടെ ബേസിൽ ജോസഫ് നിറഞ്ഞാടിയ അജീഷ് എന്ന കഥാപാത്രത്തിൽ അവതരിപ്പിച്ച് പൊന്മാൻ എന്ന സിനിമ. നമുക്കറിയാം, സിനിമ ഞാൻ തിയേറ്ററിൽ വലിയ വിജയമായിരുന്നു എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പോകുമ്പോൾ തന്നെ അധികം ആളുകളൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി തന്നെയാണ് പൊന്മാൻ. എസ്പെഷ്യലി ബേസിന്റെ പെർഫോമൻസ് ആയാലും ഇതിന്റെ സ്റ്റോറി ലൈനൊക്കെ വെച്ചാണെങ്കിലും നല്ല രസമായി കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. ഓഫ് കോഴ്സ് ബേസിലിനൊപ്പം തന്നെ ലിജോ മോളും സജിൻ ഗോപുവും ഗംഭീര പെർഫോമൻസ് നമുക്ക് കാഴ്ച വെച്ച ഒരു സിനിമ കൂടിയാണ് പൊന്മാൻ. അപ്പോൾ അറ്റ് നമ്പർ 9 പൊന്മാൻ. ആൻഡ് അറ്റ് നമ്പർ 8 നമുക്കറിയാം, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി തേച്ചാൽ പിന്നെയും മിനുങ്ങുന്ന പുള്ളിയുടെ കിടിലൻ പെർഫോമൻസ് കൊണ്ടും നമ്മളെല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട കിടിലൻ വില്ലനിസം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ കൂടിയാണ് കളങ്കാവൽ. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ എൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഉണ്ട്, അതിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി പെർഫോമൻസ് കൊണ്ട് സിനിമ ഭയങ്കര ഫ്ലാറ്റായി പോയി എന്നുള്ളത് മാത്രമാണ് എനിക്കൊരു പ്രശ്നമായി തോന്നിയത്. ത്രൂഔട്ട് കുറച്ചുകൂടി ഗ്രിപ്പിംഗ് ആയിട്ടും കൂടെ ചെയ്യാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ നമ്പർ 8 ഐ ഗീവ് ടു കളങ്കാവപ്പെട്ട ഒരു ജോണറാണ് ഹൊറർ എന്നുള്ളത്. അതിൽ നിന്ന് അങ്ങനെ കൂടുതലധികം മലയാളത്തിൽ സിനിമകൾ വരാറില്ല. അങ്ങനെ ഇത്തവണ അത്യാവശ്യം നല്ല ഒരു മൂവി നമുക്ക് കിട്ടി. DS ഇറ എന്ന് പറയുന്ന സിനിമയാണ്. സെക്കൻഡ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ പേടി കുറവായിരുന്നെങ്കിൽ പോലും ത്രൂഔട്ട് എനിക്ക് നല്ലൊരു ടെക്നിക്കൽ സൈഡും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് DS ഇറ അനുഭവപ്പെട്ടത്. പ്രണവ് മോഹൻലാൽ നല്ലൊരു പെർഫോമർ ആയിട്ട് കൂടെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റി. DS ഇറ ആണ് അറ്റ് നമ്പർ 7. ആൻഡ് നെക്സ്റ്റ് മൂവി ഐ വിൽ ടേക്ക് നമ്മുടെ നിവിൻ പോളിന്റെ ഗ്രേറ്റ് കംബാക്ക്. പുള്ളിയുടെ എന്റർടൈനർ തിരിച്ചെത്തിയ ഒരു സിനിമയാണ് സർവമായ എന്നുള്ള സിനിമ. അറ്റ്ലീസ്റ്റ് ഒരു ഹൊറർ ഫാന്റസി എന്നതിൽ ഉൾപ്പെടുത്താവുന്ന ഒരു നല്ലൊരു ലൈറ്റ് ഹേർട്ടഡ് ആയിട്ടുള്ള ത്രൂ ഔട്ട് എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഹ്യൂമേഴ്സ് എല്ലാം നല്ല രീതിയിൽ പുള്ളി അനായാസേന കൈകാര്യം ചെയ്യുകയും ഇന്നും തിയേറ്ററിൽ വളരെ വിജയക്കുതിപ്പോടെ ഗംഭീരമായ റെസ്പോൺസാണ് തിയേറ്ററുകളിൽ കിട്ടുന്നത്. ഫാമിലി അത്യാവശ്യം നല്ല എൻജോയ് ചെയ്ത് കാണുന്നുണ്ട്. ഷുവർ ബ്ലോക്ക് ബസ്റ്റർ ആകാൻ പോകുന്ന സിനിമ സർവമായ അറ്റ് നമ്പർ 6. ആൻഡ് അറ്റ് നമ്പർ 5 എന്നെ വളരെ പേഴ്സണലി ഹോണ്ട് ചെയ്ത ഒരു സിനിമ കൂടിയായിരുന്നു റോന്ത്. പുള്ളിയുടെ സിനിമകളിലെ ഒരു പ്രത്യേകത ക്ലൈമാക്സ് തന്നെയാണ്. ഭയങ്കരമായിട്ട് നമ്മളെ ഹൂക്ക് ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് ആയിരിക്കും. എസ്പെഷ്യലി ഇതിൽ ദിലീഷ് പോത്തൻ ആൻഡ് റോഷൻ മാത്യു ഇവരുടെ രണ്ടുപേരുടെ പെർഫോമൻസിൽ സിനിമ ഗംഭീരമായി തോന്നിയിട്ടുണ്ട് എനിക്ക്. അറ്റ് നമ്പർ 5 ഐ വിൽ ഗിവ് റോന്ത്. ആൻഡ് ഓഫ് കോഴ്സ് 4ാമത്തെയും ഷാഹി കബീറിന്റെ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഞാൻ ശരിക്കും പുള്ളിയുടെ ആ സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആദ്യ ദിവസം തന്നെ സിനിമയ്ക്ക് കയറിയത്. എസ്പെഷ്യലി ആ ചാക്കോശം വരുന്ന ഒരു സീൻ ഉൾപ്പെടെ എന്നെ ഞെട്ടിച്ച ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. പുള്ളിയെ ഇതുവരെ കാണാത്ത ഒരു രീതിയിലുള്ള ഗംഭീര വേഷമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ കുഞ്ചാക്കോ ബോബൻ ചെയ്തിട്ടുള്ളത്. സോ അറ്റ് നമ്പർ 4 ഓഫീസർ ഓൺ ഡ്യൂട്ടി. ആൻഡ് നമ്പർ 3 നമുക്കറിയാം, നമ്മളെ പല മിത്തുകളും നമ്മുടെ മിത്തുകളെ ഒരു സൂപ്പർ ഹീറോ പരിവേഷമാക്കി നമുക്കും ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ഉണ്ടാക്കി തന്നെ ഡൊമിനിക് ആയിരുന്നു. താങ്ക് യു മാൻ, താങ്ക് യു. അങ്ങനെ ലോക ആണ് എൻ്റെ നമ്പർ 3 പൊസിഷൻ. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ റീച്ച് കിട്ടിയ ഒരു സിനിമ കൂടിയായിരുന്നു ലോക ചാപ്റ്റർ 1. ചന്ദ്ര ബാക്കിയുള്ള പാട്ടുകൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഒരു ഗംഭീര ടെക്നിക്കലായാലും ത്രൂ ഔട്ട് എൻഗേജിങ് ആയാലും കല്യാണി പ്രിയദർശൻ എന്നൊരു ഘടകവും എല്ലാം കൂടെ ഈ വർഷം ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച വേറിട്ടൊരു സിനിമ തന്നെയായിരുന്നു ലോക. ആൻഡ് നമ്പർ 3 ഇറ്റ് ഈസ് ലോക. ആൻഡ് നമ്പർ 2
എഴുത്തിൻ്റെ മികവും മികച്ച അഭിനയവും നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കഥാപരിസരവും ഇത് എങ്ങനെ ഈ പുള്ളി ഇങ്ങനെ ചിന്തിച്ചു എന്നൊക്കെ ഒരു തോന്നലിൽ നമ്മളെ ഞെട്ടിച്ച് കൊണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച ഒരു സിനിമയായിരുന്നു എക്കോ എന്ന് പറയുന്ന ഈ സിനിമ. അങ്ങനെ എക്കോ ബാഹുൽ രമേശിന്റെ ഗംഭീര എഴുത്തിൽ ദിഞ്ചു തയ്യത്താൻ ഡയറക്ട് ചെയ്ത സിനിമ. അതിലെ കുര്യച്ചനും മണാത്തിച്ചേടത്തി ഒന്നും നമുക്ക് മറക്കാനിടയില്ല. ഗംഭീര പെർഫോമൻസ് കൊണ്ട് എല്ലാവരും നമ്മളെ ഞെട്ടിച്ചു. സോ എക്കോ എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ ക്ലൈമാക്സ് ഒറ്റ കാര്യം മതി നമ്മളെ വണ്ടറടിപ്പിച്ച് നിർത്താൻ. അതാണ് എൻ്റെ നമ്പർ 2 ആൻഡ് നമ്പർ 1 നൺ അതർ ദാൻ തുടരും. ആക്ച്വലി ഈ തുടരും എന്ന സിനിമ നോക്കുകയാണെങ്കിൽ ഒരു കമേഴ്ഷ്യൽ സിനിമയാണ്. അതിനേക്കാൾ എത്രയോ മികച്ച സിനിമകൾ നമുക്ക് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ പേഴ്സണലി ഞാൻ വളരെയധികം ആഘോഷപൂർവ്വം കണ്ട ഒരു സിനിമയാണ് തുടരും എന്ന് പറയുന്ന സിനിമ. എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷനിലൂടെ പലരും നോക്കിയിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സിനിമ. കാരണം സിനിമയുടെ ലുക്ക് വൈസ് ആണെങ്കിലും അല്ല, ഐ മീൻ ടൈറ്റിലും പോസ്റ്ററുകളൊക്കെ വന്നത് ഒരു സാധാരണ സിനിമയായിട്ടാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. സോ ഞാനത് കണ്ട് ഗംഭീരമായി ആഘോഷിച്ച ഒരു സിനിമയായിരുന്നു. യഥാർത്ഥ ലാലേട്ടനെ കണ്ട ഒരു സിനിമയായിരുന്നു. ജയിൽ ഫൈറ്റ് എസ്പെഷ്യലി ഗംഭീര സാധനം. പിന്നെ നമ്മുടെ ജോർജ് സാർ, ഇതെല്ലാം മറക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു തുടരും എന്ന സിനിമ. സോ ബാക്കിയുള്ളവർക്ക് എങ്ങനെ ആയിക്കോട്ടെ, ബിക്കോസ് മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഞാൻ ജസ്റ്റ് ഒരു കമേഴ്ഷ്യൽ ആസ്പെക്റ്റിലാണെങ്കിലും എന്നെ സംതൃപ്തി കിട്ടിയ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിലും തുടരും എന്ന് പറയുന്ന സിനിമ തന്നെയാണ് എൻ്റെ ടോപ്പ് 1 ഓഫ് ദിസ് ഇയർ എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. സോ ഇതിന് പുറമേ കുറേയധികം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റുകൾ ഉണ്ട്. പക്ഷെ അതിൻ്റെ ശേഷം വരുന്ന സിനിമകളായിരിക്കും അതും വിരലെണ്ണാവുന്നേ ഉള്ളൂ. ഞാനിതിനെ സോർട്ട് ചെയ്തിട്ടാണ് 10 എണ്ണം പറഞ്ഞത്. ഇനി പറയുകയാണെങ്കിൽ ഫെമിനിച്ചി ഫാത്തിമ ഒരു ഗംഭീര സിനിമയായിരുന്നു. പടക്കളം നമ്മൾ കാണാൻ ഉദ്ദേശിച്ച ഒരു വ്യത്യസ്തമായ ഫാൻറ്റസിയിൽ ഉൾപ്പെട്ട ഒരു മൂവി തന്നെയായിരുന്നു പടക്കളം. അതും എനിക്ക് ഇഷ്ടമുള്ള സിനിമയാണ്. പിന്നെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഇപ്പോൾ OTT വന്നിട്ടേ ഉള്ളൂ. അന്ന് ഞാൻ തിയേറ്ററിൽ തന്നെ കണ്ടതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടതോടെ എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇത്ര ഹെയ്റ്റ് വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി ഇതുപോലൊരു തമിഴ് സിനിമ ഇറങ്ങിയത് കൊണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ പലരും ആ സിനിമ കണ്ടിട്ടില്ല. സോ അവർക്കൊക്കെ ഇതൊരു നല്ല സിനിമയായിട്ട് അനുഭവപ്പെടേണ്ട ഒരു പടം തന്നെയായിരുന്നു. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഡൊമിനിക് എന്ന ക്യാരക്ടറൈസേഷനൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ അത് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അഫ്കോഴ്സ് പിന്നെയും എടുത്തു പറയാനുണ്ടെങ്കിൽ ഈ വർഷത്തെ ഞാൻ കണ്ടതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി അത് ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഗംഭീര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മുടെ തിയേറ്ററിൽ ആഘോഷിച്ച് കണ്ട ഒരു സിനിമ തന്നെയായിരുന്നു. പലരും ഭയങ്കര നെഗറ്റീവാണ് ഇങ്ങനെയൊക്കെ പറയും. ബട്ട് പേഴ്സണലി എനിക്ക് വർക്കായ ഒരു സിനിമയാണ്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് വേർഷൻസ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം തിയേറ്ററിൽ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയൊരു സിനിമ തന്നെയായിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഹൃദയപൂർവ്വം ഞാൻ എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. പ്രിൻസ് ആൻഡ് ഫാമിലി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. ഇതാണ് എൻ്റെ ഈ വർഷത്തെ ഇത് മാക്സിമം ഞാൻ എല്ലാ വർഷവും എടുക്കുമ്പോൾ ഈ മാക്സിമം സിനിമകൾ കാണാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്കത് ഇഷ്ടമാണ്. സോ നല്ലതോ ചീത്തയൊന്നുമില്ല, ഞാൻ എല്ലാ സിനിമയും കാണും. എന്തുകൊണ്ടാണ് ചീത്തയായി എന്നൊക്കെ പോയി കാണും. അപ്പോൾ അത്രയ്ക്കും വട്ടൊക്കെ ഉള്ള ആളാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ കമൻറ്റിൽ അറിയിക്കുക. അല്ലെങ്കിൽ ഞാൻ കാണാത്ത വല്ല സിനിമകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം. ഈ സിനിമ അടിപൊളിയാണ്, നിങ്ങൾ കണ്ടിട്ടാകാൻ വഴിയില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത് ഈ വർഷം കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ കാണുന്നതായിരിക്കും. സോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതിയ വർഷം നേരെയാണ്. ബൈ.